നമുക്കിതിന് അടിപൊളി ചക്കപ്പായസം ഉണ്ടാക്കാം. ചക്കപ്പായസം 2 തരത്തിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നമ്മുടെ പഴുത്ത ചക്ക, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ചക്ക ഇങ്ങനെ വരട്ടി വെച്ച് ജാം പോലെ സാധനം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നിപ്പോൾ ഇവിടെ ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഉരുക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ജാമില്ലേ, ചക്ക ജാമില്ലേ, അത് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ടാണുള്ളത്. അപ്പോൾ എങ്ങനെ പായസം വെക്കുകയാണെങ്കിൽ നമ്മൾ കോമണായിട്ട് വേണ്ടത് നമ്മുടെ ചക്ക നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വെള്ളപ്പാവും ചേർത്ത് നന്നായിട്ട് വഴറ്റി ജാം പരുവത്തിലേക്കാക്കുക. എന്നിട്ടതിലേക്ക് നമ്മുടെ ചെറുപയറിൻ്റെ കാണുന്നില്ലേ, ചെറുപയർ നമ്മുടെ പ്രഥമനൊക്കെ വെക്കുമല്ലോ, അതിന് വേണ്ടി ചെറുപയർ പരിപ്പ് അത് നന്നായിട്ട് വേവിച്ച് വിടണം. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലും അത് പിന്നെ ഈ വെള്ളത്തിലേക്ക് ഇടുമ്പം അത് കുറച്ചൊരു കട്ടി പോലെ നമുക്ക് തോന്നും. അവിടെ നന്നായിട്ട് വെന്ത ശേഷം കുക്കറിലോ എവിടെ വെച്ചാലിട്ടിട്ട് വേവിക്കുക. ആ വെന്ത ശേഷം നമ്മുടെ ചക്ക ജാമിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പഴുത്ത ചക്ക അടിച്ച്, അതായത് മിക്സിയിട്ട് അടിച്ചിട്ട് അത് ജ്യൂസ് എടുത്തിട്ട് ഇങ്ങനെ വഴറ്റി വെച്ചിട്ട് അതിലേക്കോ എങ്ങനെയാണ് നന്നായിട്ട് വഴണ്ടി വന്നതിലേക്ക് ഈ ഒരു ചെറുപയറിൻ്റെ പരിപ്പ് നന്നായിട്ട് വെന്തത് ഒഴിച്ച് നന്നായിട്ടിത് ഇളക്കിയെടുക്കാം. നന്നായിട്ടിത് ഇളക്കി അത് അതിനായിട്ടൊന്നൊക്കെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്, നന്നായിട്ട് വരട്ടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു പാകം ആകുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് പാകം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. എടുക്കുമ്പോൾ ഇങ്ങനെ കട്ട ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വെള്ളം പോലെ ആയിരിക്കില്ല ഉണ്ടാകുന്നത്, ഒരു തിക്കായ കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം അതുവരെ നമ്മൾ വഴറ്റി റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ പാലാണ് ചേർക്കേണ്ടത്. തേങ്ങയുടെ 2ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർക്കുക. നമ്മുടെ ഉരുളിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടൊഴിക്കുമ്പം നന്നായിട്ട് തിളക്കും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അതുമായിട്ട് അവർ ജാം പോലൊരു സാധനം കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ 2ാം പാൽ നന്നായിട്ട് കുറുകി ഒന്നതൊക്കെ മിക്സായിട്ട് വരണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1ാം പാൽ കൂടി ചേർക്കണം. 1ാം പാൽ ചേർത്തിട്ട് ഒരു തള കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ആ നെയ്യോടുകൂടി നമ്മൾ പായസത്തിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്ത് യോജിപ്പിക്കാം. ഇതുകൂടി ആകുമ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചുക്കുപൊടി കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പായസമോ നല്ല കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ മീത് വെക്കുക എന്ന് പറയും. അതായത് നമ്മുടെ പൂജാമുറിയിൽ വിളക്കിൻ്റെ മുമ്പിൽ നമ്മളിത് സമർപ്പിക്കും. നമ്മുടെ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാമെന്ന് പറയപ്പെടാതെ. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. അതൊരു നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ പലരും ഇത് ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. നമ്മൾ നല്ലൊരു സാധനം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാരെയും കാരണവന്മാരൊക്കെ നമ്മൾ ഓർത്ത് പോകുന്നു. അത്രമാത്രമേ ഉള്ളതിൽ.